എങ്ങനെയാണ് മെട്രോ? അത് ഒരു വാഗ്ദാനമേ ആയിരുന്നില്ല. 2019 പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചതാണ്. മെട്രോ അപ് ടു കോയമ്പത്തൂർ, ഓർ അറ്റ്ലീസ്റ്റ് അപ് ടു പാലക്കാട്, ഓർ അപ് ടു പാലിയേക്കര, അറ്റ്ലീസ്റ്റ് അപ് ടു ചാലക്കുടി, ഓർ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന ഒരു ഡ്രീമാണ്. അതിനെയാണ് പലരും വിഷൻ എന്ന് പറയുന്നത്. എനിക്കന്ന് ഒന്നുമല്ലാത്തത് കൊണ്ട് ഒരു ഡ്രീമായിട്ടാണ് അത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു MP ആയി ടേം അവസാനിപ്പിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഒരു കാൻഡിഡേറ്റായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വീണ്ടും അത് ഉന്നയിച്ചു. ഇപ്പോഴും ആ ഡ്രീമായി നിലനിൽക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് ഞാൻ അതിനോടകം പഠിച്ചു മനസ്സിലാക്കി. ഇത് 2019 പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പ്രത്യാരോപണം എന്തായിരുന്നു? ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് പറയുന്ന വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കാണ് വന്നത്. പക്ഷെ അതിനൊരു വിലയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതിപ്പം ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡിസംബറിൽ ശീതകാല സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് പവർ എനർജി മിനിസ്റ്റർ, ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ശ്രീ മനോഹർ ലാൽജി ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഒരു അവലോകന യോഗം 2 വകുപ്പുകളുടെയും സെക്രട്ടറിമാരും, അണ്ടർ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ആ ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ ഇരുന്നു കൊണ്ട്, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ഇരുന്നു കൊണ്ട് ഒരു അവലോകന യോഗം നടത്തിയതിനകത്ത് ഈ ഐഡിയ വീണ്ടും പുഷ് ചെയ്തു. കാരണം ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററാണ് വന്നിരിക്കുന്നത്, മെട്രോ അദ്ദേഹത്തിന്റെ കീഴിലാണ് പകുതിയുള്ളത്, RRTS. അപ്പോ ഇത് വെച്ചിട്ട് അവിടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡൽഹി മെട്രോ നോയിഡയിലേക്ക് മെട്രോ ആയിട്ടും അത് കഴിഞ്ഞ് ഹരിയാനയിൽ കടക്കുന്നത് മെട്രോ ആയിട്ടും, പക്ഷെ ഹരിയാനയുടെ മറ്റ് സെക്ടേഴ്സിലേക്ക് തുടരുന്നത് RRTSുമായിട്ടാണ്. RRTS ക്യാൻ ബി എ ഫീസിബിൾ ഐഡിയ ഫോർ കേരള. അപ്പൊ അങ്ങനെ വന്നപ്പോ പണ്ട് ശ്രീ അഹമ്മദ് സാഹിബൊക്കെ ചേർന്ന് തുടങ്ങി വെച്ച ഒരു പദ്ധതിയുണ്ട്. കോസ്റ്റൽ ലൈനപ്പിനെ ഒന്ന് സദേൺ റെയിൽവേയുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ. നമുക്ക് കൊടുങ്ങല്ലൂർ തുടങ്ങി അല്ലെങ്കിൽ ഇടപ്പള്ളി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ റെയിൽവേസ് വേറൊരു ദിക്കിലേക്ക് അങ്കമാലി വഴി ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുമ്പോൾ ഒരു റെയിൽവേ ലൈൻ കണക്ടിങ് ഇടപ്പള്ളി ടു തിരൂർ. ഇത് ഗുരുവായൂരിനപ്പുറം തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചുമില്ല. അതൊരു പാരലൽ ലൈനായിട്ട് തന്നെയാണ്. നമുക്ക് കായംകുളത്തുനിന്ന് തിരിഞ്ഞ് ആലപ്പുഴ വഴി കൊച്ചിയിലെത്തുന്നത് പോലെ. ഇത് നമുക്ക് ഇന്നുള്ള ഇന്ത്യൻ റെയിൽവേസിന്റെ ഷൊർണൂർ റൂട്ടിലുള്ള ട്രാഫിക്കിന്റെ ഒരു തിക്ക് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. കൂടുതൽ ട്രെയിനുകൾ ചിലപ്പോൾ നമുക്ക് വരുന്നതിന് വലിയ സാധ്യതയുണ്ടാവും. പക്ഷെ ആ പദ്ധതി മുളയിലെ നുള്ളിക്കളഞ്ഞു. അതിന് എവിടേക്കോ സ്ഥലങ്ങൾ എടുത്തിട്ടു, പക്ഷെ തുടരാൻ അനുവദിച്ചിട്ടില്ല. ഇതൊരു വളരെ ഫീസിബിൾ പ്രപ്പോസലാണ്. നമുക്ക് മറ്റൊരു റെയിലിനെ കുറിച്ചും ആലോചിക്കേണ്ട. നെടുമ്പാശ്ശേരി വരെ മെട്രോ വരും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അത് അങ്കമാലി വരെ കൊണ്ടുവന്നതിന് ശേഷം അങ്കമാലിയിൽ നിന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിന്റെ വടക്ക് ഭാഗത്ത് വന്ന് ചേർന്ന് നാട്ടിക, തൃപ്രയാർ, ഗുരുവായൂർ, ചേറ്റുവ വഴി ഗുരുവായൂർ, പൊന്നാനി, തിരൂർ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഒരു റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടും. റെയിൽ ഉപയോഗം അവർക്ക് കിട്ടും. അത് നമ്മുടെ സ്റ്റേറ്റിന്റെ എക്കോണമിയെയും ഒരുപക്ഷെ എൻവയോൺമെന്റിനെ ഒരു രീതിയിലും ബാധിക്കാത്ത തരത്തിലാണ്. എന്തുകൊണ്ട് മെട്രോയിൽ നിന്ന് RRTS, റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം, ഇതിന്റെ വ്യത്യാസം മെട്രോ റെയിലിന് മാൻഡേറ്ററി ആണ്. എവറി 2.5 kilometers അല്ലെങ്കിൽ മാക്സിമം 3rd kilometer യു ought to have a സ്റ്റേഷൻ. ഒരു സ്റ്റേഷന്റെ പാരാഫെർനേലിയ എത്ര, അതിന്റെ സൈസ് എത്രയാണ്, ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനും സ്പേസിനും വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന പണം എത്രയാണെന്ന് നമ്മളിപ്പോ കൊച്ചി മെട്രോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊന്നുമില്ലാതെ 12 കിലോമീറ്റർ 13 കിലോമീറ്ററിനുള്ളിൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്ന RRTS അതിന്റെ ഡിസൈനാണ്. അപ്പൊ ഇത് നമുക്ക് സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഇതെല്ലാം ഗണ്യമായി നമുക്ക് മെട്രോയേക്കാൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഒരു ജനതയ്ക്കും ഇങ്ങനെ ഒരു അവകാശം നമുക്ക് സ്ഥാപിച്ചു കൊടുക്കണ്ടേ.
അതും സ്വപ്നമായിട്ടല്ല, ഇപ്പൊ അത് സാധ്യതയായിട്ടാണ് നിൽക്കുന്നത്.